ധ്യാനത്തിലാ. ഹായ് ധ്യാനക്കുട്ടി. മെല്ലെ. അയ്യോ ആ വഴിയൊക്കെ പോയാനേ ഇപ്പൊ ആ ഫ്ലോയില്. ഹലോ ഹലോ. യെസ്. എന്താണ്? ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞോ. ഇവിടെ മഴയായിരുന്നു. അപ്പൊ ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമില്ലേ? മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം. അതെ. ആ സ്ഥലത്തില് നവനീര് മഴയിൽ ഇങ്ങനെ കളിക്കുന്നു. മഴയത്ത് കളിക്കായിരുന്നോ? കളിച്ചവൻ. മഴയത്ത് കളിച്ചാൽ പനി വരൂലേ? ജലദോഷം പനിയൊക്കെ വരില്ലേ മഴയത്ത് കളിച്ചാ? കമ്മണി കളിക്കാൻ പോയാ മഴയത്ത്? ഇല്ല, അതുകൊണ്ട് പനി വരില്ല കേട്ടോ. ജലദോഷം വരില്ല കേട്ടോ. കമ്മണി നല്ല കുട്ടി. പടക്കം മാറിയോ നവനീതിന്റെ അടുത്ത്? നവനീതിന് ഇഷ്ടമാണ്. ബെസ്റ്റിയാ എന്നെ ചോദിക്കുന്നേ. വീട്ടിൽ പോകുന്നുണ്ടോ നവനീതിന്റെ കൂടെ കളിക്കാനൊക്കെ? ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട് പോകുന്നില്ല? അപ്പൊ നിങ്ങൾ ബെസ്റ്റ് കൂടെ പോണില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോവാനാ ഇഷ്ടം. കമ്മണിയുടെ വീട്ടിൽ പോവാനാണ് ഇഷ്ടം. എന്നാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അപ്പോഴും കളിക്കാലോ. നവനീതിന്റെ വീട്ടിൽ കൊണ്ടുപോയാലോ? അവൻ വേണ്ട വരും. കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയാലോ? വേണോ? അതൊക്കെ അത് ന്യായം. അതോ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ ഒന്ന്. അതെ ശരിയാണല്ലോ. അച്ഛനെ കണ്ടില്ലായിരുന്നു നേരത്തെ? കണ്ടു നിങ്ങളൊന്ന് എക്സൈറ്റഡ് ആയിക്കോട്ടെ. എക്സൈറ്റഡ്. വേറെ ദിവസം ഞാൻ കാപ്പിയും കടിയും തിന്നായിനെ. അപ്പൊ പെട്ടെന്നൊരു മുട്ടൻ സൗണ്ട് കേട്ടപ്പോൾ ദക്ഷു എന്ന് പറഞ്ഞ കമ്മണി എന്ന് പറഞ്ഞു. സർപ്രൈസ് ആക്കിയോ? ഒരു സർപ്രൈസിന്റെ കഥയാ പറഞ്ഞത്. എനിക്കറിയാം ഇന്നത്തെ പാട്ടിനെ പറ്റി അറിയാം. ഏതിനെ പറ്റിയുള്ള പാട്ടാ ഇതല്ലേ? അത് കൊള്ളാം. അത് തന്നെ. എങ്ങനെ തീവണ്ടി കൂവുന്നേ? അത് കൊള്ളാം കേട്ടോ. അങ്ങനെയല്ലേ? പഠിക്കോ? തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൂട്ടിന് ഞാനും കൂടെ പോന്നോട്ടെ. നമുക്ക് പാട്ട് പാടാമോ? ധ്യാനക്കുട്ടി റെഡി അല്ലേ? ഓക്കെ, റെഡി. ഓൾ ദി ബെസ്റ്റ്. Go
തീവണ്ടി കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായം തീവണ്ടി കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായ തീവണ്ടി കോട്ടിന്റെ രായം കോടെ പോന്നു കൊക്കോ കൊക്കോ തീവണ്ടി കോക്കിപ്പായ തീവണ്ടി കോട്ടിന്റെ രായം കോടെ പോന്നു എങ്ങനെ നിന്ന് അവസാനം എങ്ങനെ